ഇന്നത്തെ ഗോസ്പല് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. കാര്യം, ഊമനായ ഒരു പിശാചിനെ യേശു ബഹിഷ്കരിക്കുന്നു. ആ ബഹിഷ്കരണത്തിന് ശേഷം അവൻ സംസാരിച്ചു തുടങ്ങിയെന്നാണ് വചനം പറയുന്നത്. അവൻ എന്തായിരിക്കും സംസാരിച്ചത് നമുക്കറിയില്ല, കാര്യം അത് രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. പക്ഷേ അതിനുശേഷം സംസാരിച്ചത് യേശുവിന് മുമ്പിലുള്ളവരാണ്, യേശുവിനെ കണ്ടുകൊണ്ടിരുന്നവരാണ്. അവർ പറഞ്ഞത് പുതിയ കഥയാണ്. അവർ മെനഞ്ഞെടുത്തത് പുതിയ യേശുവിനെതിരെയുള്ള വിസ്താരങ്ങളാണ്. അവർ പറഞ്ഞു, ഇതെല്ലാം നീ ചെയ്യുന്നത് ബെൽസെബൂലിനെ കൊണ്ടാണ്. എന്നാൽ ഇവരെല്ലാം കണ്ടുകൊണ്ടിരുന്നവരാണ്. എന്നിട്ട് അവർ പുതിയ കഥ മെനഞ്ഞെടുത്തു. അവർക്കതായിരുന്നു ഇഷ്ടം. കണ്ടിരുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ, സത്യമായ കാര്യങ്ങളെ അവർ വളച്ചൊടിച്ച് പുതിയ കഥയുണ്ടാക്കി തീർത്തു. അതാണ് ഇന്നത്തെ ഗോസ്പലിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ. പിശാച് പുറത്തിറങ്ങിയിട്ട് എവിടെയായിരിക്കും പോയത്? എനിക്ക് തോന്നുന്നു പിശാച് പുതിയ രൂപത്തിൽ മുൻപിലിരുന്ന മനുഷ്യരുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാകണം. കാര്യം, പിശാച് നുണയനാണല്ലോ. അവൻ കള്ളം പറയുന്നവനാണ്, സത്യത്തിനെതിരെ സംസാരിക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ ആ പിശാച് പുതിയ കഥ മെനഞ്ഞെടുത്തു പുറത്താക്കിയതിനെതിരെ. അതുകൊണ്ടാണ് യേശുവിനെതിരെ ഒരു പുതിയ ആരോപണം അവർ ഇറക്കിയത്, യേശുവിനെതിരെ അവർ സംസാരിച്ചത്, യേശുവിനെതിരെ പുതിയ ആരോപണം മെനഞ്ഞെടുത്തത്. കണ്ടിരുന്ന കാര്യങ്ങൾ പോലും എത്ര മനോഹരമായിട്ടാണ് ഒരു പിശാച് മോശമാക്കി തീർത്തതല്ലേ, കള്ളമാക്കി തീർത്തതല്ലേ. ഇങ്ങനെയൊക്കെ തന്നെയാണ് ചില സമയങ്ങളിൽ നമ്മുടെയൊക്കെ ചുറ്റും സംഭവിക്കുന്നത്. നടന്ന കാര്യങ്ങളെ ചില മനുഷ്യർ മറ്റൊന്നാക്കി തീർക്കുമ്പോൾ, പുതിയ കഥ മെനഞ്ഞെടുക്കുമ്പോൾ ഓർക്കണം, അവരാരും ദൈവരാജ്യത്തിൻ്റെ അകത്തല്ല, പുറത്താണ്. പിശാചിൻ്റെ ഒരു രാജ്യത്തിനകത്ത് അവർ ജീവിക്കുന്നവരാണ്. ഊമനായ ആ പിശാച് പിന്നീട് സംസാരിച്ചു തുടങ്ങിയത് ഈ മനുഷ്യരുടെ രൂപത്തിലാണ്. ചില സമയങ്ങളിൽ കള്ളങ്ങൾ പറയുന്ന നാവും തെറ്റായി വ്യാഖ്യാനിക്കുന്ന മനുഷ്യരൊക്കെ പിശാചിൻ്റെ കൂടെയാണോ എന്ന് തോന്നിപ്പോകാറുണ്ട്. എത്ര സത്യങ്ങളാണ് ഇപ്പോഴും പുറത്തു വരാതെ തകർന്നു പോകുന്നത്. എനിക്ക് തോന്നുന്നു, നമുക്കറിയാവുന്ന സത്യങ്ങൾ കൃത്യമായി പറയാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മളിപ്പോഴും പിശാചിൻ്റെ രാജ്യത്തിലായി പോകും. സത്യം പറയണം, കാരണം സത്യം ക്രിസ്തുവാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.